ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള യാത്രാ സൗജന്യത്തിന്റെ ഗുണം ലഭിക്കുക കുറച്ചു ജില്ലകളിൽ മാത്രം. ഇവ പൊതുഗതാഗതത്തിൽ KSRTC ബസ് സർവീസുകൾ കാര്യമായുള്ള ജില്ലകളാണ്. 7 ജില്ലകളിൽ ഇത് 25% താഴെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, വയനാട് ജില്ലകളിലാണ് ഗണ്യമായ രീതിയിൽ KSRTC ബസ് സർവീസ് ഉള്ളത്. UDFന് 16 സീറ്റും നൽകിയ മലപ്പുറത്ത് യാത്രാ സൗജന്യത്തിന്റെ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല. കാരണം ജില്ലയിലെ മൊത്തം ബസ് സർവീസിന്റെ 9.4% മാത്രമാണ് KSRTC ബസ് സർവീസ്. എറണാകുളം ജില്ലയുടെ കാര്യവും ഇതുതന്നെ. UDFന് 14 സീറ്റും നൽകിയ ജില്ലയിൽ മൊത്തം ബസ് സർവീസിന്റെ 24.7%മാണ് KSRTCയുടെ സാന്നിധ്യം. സൗജന്യം നൽകുന്നത് മൂലം KSRTCക്ക് ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം പകുതിയായി കുറയും. 105 കോടി രൂപയോളം കുറവുണ്ടാകുമെന്നാണ് കണക്ക്. കർണാടകയിൽ വിജയിച്ച യാത്രാ സൗജന്യമാണ് UDF കേരളത്തിലും പ്രഖ്യാപിച്ചത്. എന്നാൽ കർണാടകയിൽ 90% ബസ് സർവീസും സർക്കാർ ഉടമസ്ഥതയിലുള്ള 4 കമ്പനികളുടേതാണ്. 2025 കണക്ക് പ്രകാരം കേരളത്തിൽ 16,545 റൂട്ട് ബസ്സുകൾ ഉള്ളതിനാൽ 4,609 മാത്രമാണ് KSRTC വിഹിതം. ഇതിൽ തന്നെ 800 ബസ്സുകളോളം കട്ടപ്പുറത്താണ്. ഓടുന്ന ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റിന് മുകളിലുള്ള ക്ലാസ് ആണ്. ഇതിൽ കൺസെഷൻ എളുപ്പമല്ല. കാരണം സൂപ്പർ ക്ലാസുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകുവാൻ അനുവാദമില്ല. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര പ്രായോഗികമല്ല. 450 സ്വിഫ്റ്റ് ബസ് പ്രത്യേക കമ്പനിയായതിനാൽ അതിൽ സൗജന്യത്തിന് സാധ്യതയില്ല. KSRTC കഴിഞ്ഞ ആഴ്ച നടത്തിയ കണക്കെടുപ്പിൽ യാത്രക്കാരിൽ 50% സ്ത്രീകളാണെന്നാണ് കണ്ടെത്തിയത്. കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനം 7 കോടി. വനിതകൾക്ക് സൗജന്യം നൽകുന്നതോടെ ഇത് 3.5 കോടിയായി കുറയും.